നമ്മളിപ്പം ബിസ്മി സ്പെഷ്യൽ എന്ന് പറയുന്ന ബിസ്മിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ബിസ്മി സ്പെഷ്യൽ ഇതേപോലെ തന്നെ നമ്മൾ അടിപൊളി ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. എല്ലാവരും പോയി കണ്ടു നോക്കുക. ഒരു അതിഥികളെ ഒരു കൊട്ടയുമായി പോകുന്ന ഞങ്ങൾ. ഇത്ര ആപ്പിളൊക്കെ ഈ സ്വീഡൻ രാജ്യത്ത് നിൽക്കുമ്പോ നമുക്ക് പറിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലേ ബിസ്മി? പിന്നല്ലാതെ നമുക്ക് പോയി ഒരു സവാരി, ഒരു എന്താ പറയുന്നത്, ആപ്പിൾ കോറി സവാരി. അതെ, കൊട്ടയും വട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങുക. നോക്കാം നമുക്ക് എന്തോരം കിട്ടുമെന്ന്. എന്തിനാ നമുക്ക് അച്ചാറിടാനും ഉപ്പിലിടാനും അല്ലേ? ഉപ്പിലിടാൻ നമുക്ക് നോക്കാം. ഉപ്പിലിട്ടിട്ടുണ്ട്, അച്ചാറിട്ടുണ്ട്, വേറെ എന്തൊക്കെയോ ആപ്പിൾ പൈ കുറെ സംഭവങ്ങൾ നമുക്ക് ചെയ്യാം. അതെ, പക്ഷെ ഇന്ന് നമ്മള് ചുമ്മാ എന്താ പറഞ്ഞ ഒരു വാക്കിന് ഇറങ്ങിയപ്പം ജസ്റ്റ് ഒരു വീടിന്റെ മുന്നിൽ തന്നെയാണ്. അപ്പൊ വീടിന്റെ മുന്നിൽ തന്നെ അതാണ്ട് ആ മരം കണ്ടോ, ആപ്പിൾ. അത് ആപ്പിൾ മരമാ. അപ്പൊ നമുക്ക് അങ്ങോട്ട് അടുത്ത് എന്നിട്ട് നമുക്ക് സൂപ്പറായിട്ട് കാണിക്കാം. അതെ, വളരെ ഫേമസ് ആയിട്ടൊരു യൂട്യൂബ് ബ്ലോഗറാണ്. അതെ അതെ, ചുമ്മാ ഞങ്ങൾ ആപ്പിൾ പറിക്കാൻ പോവാ. അതെ, ഇവിടെ ഈ സമയത്ത് ആപ്പിളൊക്കെ കംപ്ലീറ്റ്ലി ചുമ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്ക് ഇത് കൗതുകം അല്ലെങ്കിലും നമുക്ക് ഇതൊക്കെ ഒരു കൗതുകമായിരുന്നു. നമ്മള് മാങ്ങയൊക്കെ അല്ലേ വീണ് പിടിച്ച് ഇങ്ങനെ പിടിച്ച് വീണ് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അതെ അതെ, അപ്പൊ നമ്മള് ചുമ്മാ ഒരു എന്താ പറഞ്ഞ വാക്കിന്റെ കൂടെ കുറച്ച് ആപ്പിളൊക്കെ പിടിച്ച് കുറച്ച് അച്ചാറൊക്കെ ഇടാനാണ് പ്ലാൻ. അതെ, അപ്പൊ നമുക്ക് അതെ നമ്മുടെ വിശേഷങ്ങള്. ഇതൊക്കെ പച്ചയുണ്ടോ? ഇത് പച്ച, പക്ഷെ ഈ നമ്മള് ഉപ്പിലിടുമ്പം കുറച്ച് പച്ചയും പച്ചയായിരിക്കും നല്ലത്. നമ്മള് ആക്ച്വലി ഈ സ്റ്റേജിൽ പറിക്കേണ്ട എന്താന്ന് വെച്ചാല്, ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഓൾറെഡി മധുരാവും. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പറിച്ച ആ ഒരു പുളിയും കാണും, പച്ചറൊക്കെ പെർഫെക്റ്റ് ഇത് തന്നെയാണ്. കറക്റ്റ്. ഞാൻ ആക്ച്വലി ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പുഴുക്കുത്തില്ലാത്തത് നോക്കി തലയിലൊക്കെ വീഴും. ഗ്രീൻസ് കൊല കൊലയായിട്ട് പിടിച്ചെടുത്ത് കാണുന്നുണ്ടോ? എന്റെ കൊതി വരുന്നു. ഓ, കൊതി വരുന്നു. ഇതുണ്ടോ, ഇതുണ്ടോ? ഈ കൊല നോക്കിയേ, ഈ കൊല നോക്കിയേ. നിന്റെ മോൾ ഇന്ന് മൂന്നാമത്തെ സിദ്ധാന്തം കണ്ടുപിടിക്കോ, അല്ല 4ാമത്തെ സിദ്ധാന്തം കണ്ടുപിടിക്കോ? ഐൻസ്റ്റീന്റെ തല ആപ്പിൾ വീണപ്പോഴല്ലേ പുള്ളി ഗ്രാവിറ്റിയുടെ ഇത് കണ്ടുപിടിച്ചു. നല്ല മുഴ ഉണ്ടാവും അല്ലേ? ഇനി വല്ല മവ്വാലും മുള്ളി വെച്ചാരെങ്കിലോ? അപ്പൊ നല്ല ചുമന്നതാണ്. ഇതൊന്ന് കുറച്ച് നമുക്ക് അവിടുന്ന് പറിക്കാം കേട്ടോ. അവിടെ കുറച്ചും കൂടെ കുഴപ്പമില്ല. ഇതിന് നമുക്ക് കളയാം. പുഴുക്കത്തുള്ളത് എടുക്കണ്ട. ഇവിടെ ഞങ്ങളല്ലാതെ ആരും ആപ്പിളൊന്നും പറിക്കാറില്ല. നോക്കുമ്പോ 2 പ്രാന്തന്മാര് വന്ന് പറിച്ചോണ്ട് തലേ വീണല്ലേ. ഞാൻ വിചാരിക്കും നമുക്കേ ഇതൊക്കെ പറിച്ചിട്ടേ ചുമ്മാ ഞങ്ങള് ഒരു 5 പേര് വേണമെങ്കിൽ ചുമ്മാ കട്ട് ചെയ്ത് ഇത്തിരിട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ ഇതിനകത്ത് പുഴുണ്ട്. ഇതിൽ കൊറേ ആക്ച്വലി പുഴുണ്ട് കേട്ടോ. പുഴു ഇല്ലാത്ത കുത്തില്ലാത്ത ബേർഡ്സിന് നിർത്തുന്നതായിരിക്കും അല്ലേ? ഇതന്നല്ലേ ഇവിടെ കാശ്. അടിപൊളി. Yeah, yes. We're gonna make pickle out of these. Sour apple. So we'll sour one. ചൊറിയാണോ? ചൊറിയാണോ? ആരെ? അല്ല, ഇപ്പൊ പറിക്കാറായില്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ല.
അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും കണ്ടോ, അവര് പറയാ പറിക്കാൻ പറ്റത്തില്ലാന്ന്, ഇപ്പൊ സമയമായില്ല. സമയമായില്ലാന്ന് പറയാ. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് പിക്കിളിടാൻ ആ പച്ച കളറ് സവറായിട്ടുള്ള പുളിയുള്ള ആപ്പിള് നമുക്ക് വേണം നോക്കും. ഇനി അവരെന്ത് പറയുന്നോ എന്തോ. എന്നാണ് ഇച്ചിരി പ്രായമുള്ള അമ്മൂമ്മയാണ്. അപ്പൊ അതും ഒരു ടിപ്പായി. ഇതെന്നാ മീൻകാര് പോകുന്നതാണ് കൊണ്ട്. അയ്യോ മഴ പെയ്യുന്നു. നമുക്ക് ഇവിടെ അപ്പുറത്തുള്ളതാ, അപ്പുറം അങ്ങോട്ട് പോ. ഇതിന്റെ മേളിൽ നിന്ന് വന്നു വീണോ? ഇല്ല കാക്ക കൊത്തിയിട്ടാടോ? വീണതാ. ഓക്കെ വാ, ഇതിലേക്ക് കൂടെ പോവാൻ പാ, ആ സൈഡിൽ കൂടെ പോവാൻ. പാവം എന്റെ വ്യൂവേഴ്സിന് കേട്ടോ. അവര് നോക്കുമ്പോ ഈ മരത്തിൽ മൊത്തം മിസ് ചെയ്തില്ല. ഇതായിട്ടില്ല, ഇത് കുഞ്ഞു പ്ലമ്മാ കേട്ടോ. കൊല കൊലയായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഇച്ചിരി കൂടെ വലുതാവുകയും ചെയ്യും, അത് ചുമപ്പടിച്ച് വരികയും ചെയ്യും കേട്ടോ. കണക്കൺ നോക്കി. അതെ പ്ലമ്മാണ് ഇത്. നല്ല പഴുക്കുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് കഴിച്ച, പക്ഷെ ഇതിപ്പോ ആയിട്ടില്ല. എനിക്കൊന്ന് 1 മാസം എടുക്കും അല്ലേ, ഒരു 2-3 ആഴ്ച എടുക്കും. ഇച്ചിരി കൂടെ ഒന്ന് വലുതായി ആ സമയത്ത് കാണിക്കാം. ഫുള്ള് ഇവിടെയാണ്. ഇതാണ്ട് ഇതേലും നോക്കി, ഈ കൊമ്പയിലും ഉണ്ട്. ഇനി താഴെ ഉരുണ്ടങ്ങ് പോവും. പിന്നെ ബാസ്ക്കറ്റിൽ ഇടുന്ന എടുക്കണേ. ആർക്കെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യോ? വലിയ വേണോ മീഡിയം വേണോ? കണ്ടോ? അപ്പൊ ഇത് അവര് പറയുന്നത് വലുതാവുമ്പോ കഴിക്കാന്നല്ലേ. എവിടെ അയ്യോ ഹായ് പോയിച്ചേ. കണ്ടോ നമ്മുടെ നാട്ടിലെ റോസാപ്പൂ അങ്ങനെ കാണാൻ കിട്ടാറില്ലത്. ഗോലി 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 വട്ട് കളിക്കാം. വട്ട് കളിക്കാം. അത് പ്രത്യേകിച്ച് കളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ജോർജ് പറയുന്നത്. ഇത് ആപ്പിളും കൊണ്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി തരും. അതെ, അച്ചാറിടാനും ഉപ്പിലിടാനും ആപ്പിൾ റെഡി. ഇത്രയും ആപ്പിൾ കിട്ടിയുണ്ടോ? അയ്യോ കുഞ്ഞു കാര്യമാണോ നോക്കി. അതെ. ഇത് വാഷ് ചെയ്തിട്ട് പിക്കിൾ ചുമന്ന ആപ്പിൾ പച്ച ആപ്പിൾ ആർക്ക് വേണോ എടുക്കാം. നമ്മള് ചെറുത് നോക്കി പറിച്ചതാട്ടോ ഇങ്ങനെ ഉപ്പിലിടാൻ അച്ചാറിന്റെ പർപ്പസിന്. കുറച്ചുകൂടെ പറിക്കായിരുന്നു, പക്ഷെ മഴ കാരണം നമ്മളുടെ പ്രതീക്ഷിക്കാതെ മഴയും ഇടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കയറി. അപ്പൊ കാണിക്കാൻ പറ്റില്ല. നമ്മൾ അച്ചാറിടുന്നത് കാണിക്കാം അല്ലേ. അതെ അതെ നമുക്ക് അച്ചാറിടാം. നമുക്ക് അച്ചാറിടാം, ഉപ്പിലിടാം. രണ്ട് അതിനുള്ള ആപ്പിളുണ്ട് നമുക്ക്. കുക്കിന് പോയപ്പോ ചുമ്മാ നടത്തിയൊരു എന്താ പറയുന്നത് കേട്ടോ. അപ്പം ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ കാണുന്ന കാഴ്ചകൾ ഞങ്ങൾ നിങ്ങളിലേക്കും എത്തിക്കാനായിട്ടാണ് ഞങ്ങള് ശ്രമിച്ചത്. മഴയത്തും മഴ. ഇനി ഇതിനെ നമുക്ക് കഴുകിയാൽ ഇത് എന്തോരം ചെറുതായുണ്ട്. നല്ല സ്ലൈസ് ആയിട്ട് ചെയ്യട്ടോ. കണ്ടോ? ഇത് 6 7 ആപ്പിള് ഒത്തിരി ആപ്പിൾ കണ്ടു. നടുവേ കീറുക. പിന്നെ നമ്മൾ ഉപ്പിടാൻ പോവാ. പക്ഷെ ഞാൻ കുറച്ച് ചൂട് മാറിയിടാട്ടോ. ഇച്ചിരി കൂടെ ഉപ്പിടുക. ഉപ്പിടാം. വേറെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കഴിക്കണമെങ്കിൽ പപ്പടക്കമ്പി എന്ന് വേണ്ട. കളറ് മാറുന്നുണ്ടോ? എന്തോ ഒരു അഴുക്കുമല്ലേ? അത് ഇതിന്റെ കളറായിരിക്കും. കളറൊന്നും ഇല്ലായിരുന്നല്ലേ. അയ്യോ ഇത് കണ്ടോ? മറ്റേ ആപ്പിൾ ചെത്തിയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മള് മഞ്ഞപ്പൊടി മുളക് ഇട്ടാലോ? ഉപ്പ് കുറച്ചുകൂടെ വേണോ? ഇല്ല ഉണ്ട്, പക്ഷെ പിടിക്കുമ്പോൾ കുറയുമായിരിക്കും. അതെ. സ്പൂൺ നല്ലതാണോ? കേട്ടോ. ആണോ? മണിക്കൂറാകുമ്പോഴത്തേക്കും
മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം എന്താണ് നമ്മുടെ ഉപ്പിലിട്ട ആപ്പിളിന്റെ അവസ്ഥ എന്നുള്ളത്.